മേശപ്പുറത്തിരുന്ന മൊബൈൽ ബെല്ലടിച്ചപ്പോൾ രാജീവ് അതെടുത്ത് നോക്കി. താര കോളിംഗ്. എടുക്കണോ? അയാളൊന്ന് സംശയിച്ചു. എടുക്കാതിരുന്നാൽ അവൾ വീണ്ടും വീണ്ടും വിളിക്കും. അയാൾ ആ കോൾ എടുത്തു. ഹലോ താര. രാജീവ് എവിടെയാണിപ്പോൾ? ഗൗരവത്തിലായിരുന്നു അവൾ. ഓഫീസിൽ. ഞാനൊരു കാര്യം പറഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് വിളിച്ചത്. രാജീവ് അപകടം മണത്തു. താരയ്ക്ക് എന്തോ തുമ്പ് കിട്ടിയിട്ടുണ്ട്. ചോദിക്കൂ. അയാൾ അനുവാദം കൊടുത്തു. ദീപ്തി പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ കാരണക്കാരൻ രാജീവാണെന്നാണ് അവൾ പറയുന്നത്. സത്യമാണോ ഇത്? ഇങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചതുകൊണ്ട് രാജീവ് ഞെട്ടിയില്ല. എന്നെ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ആ പെണ്ണ് എടുത്ത അടവായിരിക്കും. പാവം. അയാൾ സഹതപിച്ചു. എന്നോട് നുണ പറയരുത്. അവൾക്ക് അത് വിശ്വാസമായില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. താരയ്ക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ദീപ്തിയെ ഞാൻ മാരി ചെയ്യുകയില്ല. താരമാധവ് ദീർഘമായി ഒന്ന് നിശ്വസിക്കുന്ന ശബ്ദം അയാൾ ഫോണിലൂടെ കേട്ടു. എറണാകുളം ഓഫീസിൽ ഒരു കസ്തൂരിയുണ്ട്. അവളോട് ആ പെണ്ണ് ഇങ്ങനെയൊക്കെ കുമ്പസരിച്ചിരുന്നു. അതറിഞ്ഞ് ജയരാമൻ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് രാജീവിനെ കാണാൻ. താര പറഞ്ഞു. വരട്ടെ. എന്ത് പറയണമെന്ന് എനിക്കറിയാം. താര, ഞാൻ പിന്നീട് വിളിക്കാം. ആ സംസാരം അവസാനിപ്പിക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഓക്കെ, ഐ വിൽ കോൾ യു. അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. രാജീവ് റിവോൾവിംഗ് ചെയറിലേക്ക് ചാരിയിരുന്നു. മേജർ ജയരാമൻ വരും. സംസാരിക്കാൻ ഓഫീസാണോ നല്ലത് അതോ വില്ലയോ? ഓഫീസ് മതി. അപ്പോൾ സംസാരം കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ കഴിയും. രാജീവ് ഓഫീസ് ജോലിയിൽ വ്യാപൃതനായി. പക്ഷേ അയാളുടെ മനസ്സ് ഇടയ്ക്ക് എങ്ങോട്ടോ പാറിപ്പറന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാളുടെ സെക്രട്ടറി മിസ് രജനി ഇൻ്റർകോമിൽ വിളിച്ചു. സർ, മുംബൈയിൽ നിന്ന് മിസ്റ്റർ രാജ്മോഹൻ ലൈനിലുണ്ട്. കോർഡിനേറ്റർ കൺസൾട്ടൻസി സർവീസുമായി ബിസിനസ് ബന്ധമുള്ള ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റാണ് രാജ്മോഹൻ. നാളെ അയാൾ തിരുവനന്തപുരത്തേക്ക് വരുന്നു, ഒരു ബിസിനസ് കോൺട്രാക്ട് ഒപ്പുവയ്ക്കാൻ. കണക്ട് ഹിം, രാജീവ് പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ രാജീവ് മോഹൻ ലൈനിൽ വന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ രാജ്മോഹൻ, രാജീവ് പറഞ്ഞു. രാജീവ്, ഞാൻ ഏത് ഫ്ലൈറ്റിലാണ് വരുന്നതെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇന്ത്യൻ എയർലൈൻസിലാണ് ടിക്കറ്റ് കിട്ടിയത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടെ ഫ്ലൈറ്റ് എത്തുന്നത്. രാജ്മോഹൻ, എയർപോർട്ടിലേക്ക് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ ദിലീപിനെ അയക്കാം. മസ്കറ്റ് ഹോട്ടലിലാണ് താങ്കൾക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഹോട്ടലിലേക്ക് വരാം. താങ്ക് യു രാജീവ്. റിസീവർ വെച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇൻ്റർകോം ശബ്ദിച്ചു. സർ, മിസ്റ്റർ ജയരാമൻ വന്നിട്ടുണ്ട്, മിസ് രജനി അറിയിച്ചു. ഒടുവിൽ അയാൾ എത്തിയിരിക്കുന്നു. പ്ലീസ് സെൻഡ് ഹിം ഇൻ. രാജീവ് അനുവാദം കൊടുത്തു. പെട്ടെന്നൊന്നും ജയരാമൻ തിരിച്ചു പോകാൻ സാധ്യതയില്ല. രജനി, ഞാൻ പറയാതെ ആരുടെയും കോൾസ് തരണ്ട, മനസ്സിലായില്ലേ? യെസ് സർ. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു മേജർ ജയരാമൻ അകത്തേക്ക് കയറി വന്നു. രാജീവ് എഴുന്നേറ്റ് നിന്ന് സൗഹൃദം നടിച്ചു അയാളെ സ്വീകരിച്ചു. വരണം സർ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഞാൻ മുമ്പ് പലതവണ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് രാജീവിനെ കാണാൻ വരുന്നത്. ക്ഷമാപണം പോലെ അയാൾ പറഞ്ഞു. സാറിന് കുടിക്കാൻ എന്താണ് വേണ്ടത്? കോഫി ഓർ ടീ? ആദിത്യ മര്യാദയോടെ രാജീവ് ചോദിച്ചു. ഒരു കോഫി ആകാം. കാപ്പി കൊണ്ടുവരാൻ ഉടൻ തന്നെ രാജീവ് രജനിക്ക് നിർദ്ദേശം കൊടുത്തു. പക്ഷേ അത് കുടിക്കാൻ ജയരാമന് കഴിയുമോ എന്ന് രാജീവ് സംശയിച്ചു. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് രാജീവിന് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഈ ലോകത്ത് എനിക്കെൻ്റെ മകളല്ലാതെ വേറെ ആരുമില്ല. അവളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അവൾ എന്താഗ്രഹിച്ചാലും ഞാനത് നേടിക്കൊടുക്കും, എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ. അയാളുടെ ആമുഖം ഇത്തിരി നീണ്ടുപോയി. ദീപ്തി നല്ല കുട്ടിയാണ് സാർ. അവളെക്കുറിച്ച് സാറിന് അഭിമാനിക്കാം. അത് കേട്ടപ്പോൾ ജയരാമന് സമാധാനമായി. അവൾക്ക് രാജീവിനെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു. അക്കാര്യം ആലോചിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. മാരേജിനെ കുറിച്ച് ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല സാർ. 1-2 വർഷം കൂടി കഴിഞ്ഞു മതിയെന്നാണ് എൻ്റെ തീരുമാനം. ജയരാമനൊന്ന് ഞെട്ടി. പക്ഷേ ദീപ്തി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. രാജീവ് മാരേജിന് തയ്യാറാണെന്നും ഡാഡി ചെന്ന് സംസാരിച്ചാൽ മതിയെന്നും വേണമെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ. രാജീവ് പെട്ടെന്ന് ചിരിച്ചു. അങ്ങനെയൊന്നും ഞാൻ ദീപ്തിയോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ദീപ്തിയെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. അത് കേട്ട് ജയരാമൻ നടുങ്ങി. എന്താ രാജീവ് പറയുന്നത്? ഷീ ഈസ് പ്രഗ്നൻറ്റ്. അക്കാര്യം രാജീവിന് അറിയില്ലേ? ഓ, അങ്ങനെയാണോ സംഭവം? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആഗ്രഹം സാധിക്കാൻ അവൾ ഒരു നമ്പർ ഇറക്കിയതായിരിക്കും. കല്യാണക്കാര്യം സംസാരിക്കാനാണെങ്കിൽ നമ്മൾ ഇനി വെറുതെ സമയം കളയണമെന്നില്ല. രാജീവ് ഇങ്ങനെയൊന്നും പറയരുത്. അവൾ തകർന്നു പോകും. രാജീവ് അവളെ തള്ളിപ്പറഞ്ഞു എന്നറിഞ്ഞാൽ അവൾ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ചെന്നും വരും. പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിസ്സഹായനായി നിന്ന ജയരാമൻ്റെ മുഖം കണ്ട് രാജീവ് പൊട്ടിച്ചിരിച്ചു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കുറേ കാലം മുമ്പ് സിത്താര എന്ന നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിച്ചു. അവളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. മോതിരവും അണിയിച്ചു. പക്ഷേ നിങ്ങൾ അവളെ ക്രൂരമായി കൊന്നുകളഞ്ഞു. അവളെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഇന്ന് നിങ്ങളുടെ മകൾ അറിയണം, അയാൾ പറഞ്ഞു. ജയരാമൻ സ്തബ്ധനായി നിന്നു. ഒക്കെ ഞാൻ കരുതി തന്നെ ചെയ്തതാണ് മിസ്റ്റർ ജയരാമൻ. സിത്താരയെ നഷ്ടപ്പെട്ടപ്പോൾ ഒരു അമ്മ അനുഭവിച്ച തീരാ ദുഃഖമുണ്ടല്ലോ,
അത് നിങ്ങളും അറിയണം. നിങ്ങൾക്ക് ഞാൻ തന്ന ശിക്ഷയാണ് നിങ്ങളും മകളും അനുഭവിക്കാൻ പോകുന്നത്. പൊയ്ക്കോ. എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ഇനി വരരുത്. മേജർ ജയരാമൻ ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. പിന്നെ ഒരക്ഷരം പോലും പറയാതെ മുഖം കുനിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ക്ഷോഭ നിയന്ത്രിക്കാൻ രാജീവ് കസാരയിലേക്ക് ചാരി കണ്ണുകളടച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ മൊബൈലെടുത്ത് ജോൺ നെല്ലുവേലിയെ വിളിച്ചു. ഞാൻ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നു ജോണേ. അടിവയറ്റിൽ തൊഴിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിലും ഭീകരമായ ഷോക്കാണ് ഞാൻ ജയരാമന് കൊടുത്തത്. ദാ ഇപ്പോൾ അയാൾ പോയതേ ഉള്ളൂ. പക്ഷേ രാജീവ്, നിരപരാധിയായ ആ പെൺകുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ജോൺ ചോദിച്ചു. താൻ ചെയ്ത കുറ്റത്തിൻ്റെ ഫലം മകൾ അനുഭവിക്കുന്നതും അയാൾ കാണണം ജോണേ. എങ്കിലേ അയാൾക്കുള്ള ശിക്ഷ പൂർണ്ണമാകൂ. എങ്കിലും ഞാൻ അവളെ കൈവിടുകയില്ല. അത് ആണത്തമല്ലല്ലോ, രാജീവ് പറഞ്ഞു. അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെറുക്കും. ഞാനും ഒരു മനുഷ്യനാണ് ജോൺ. എനിക്കുമുണ്ട് ശക്തമായ വികാരങ്ങളും അതോടൊപ്പം ചിന്തിക്കാനുള്ള കഴിവും. ദീപ്തിയെ ഞാൻ ഉപേക്ഷിക്കില്ല. പക്ഷേ ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ അവൾക്ക് രണ്ടാൾക്കും കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. ഗ്രേറ്റ്. നാളെ കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ജോൺ ഫോൺ വെച്ചു. രാജീവ് ഇൻ്റർകോമിലൂടെ രജനിയെ വിളിച്ചു. ഇന്നിനി അപ്പോയിൻമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ രജനി? ഇല്ല സാർ. ഗുഡ്, ഞാൻ പോവുകയാണ്. രാജീവ് കാറെടുത്ത് താമസ സ്ഥലത്തേക്ക് പോയി. കാറിൻ്റെ സീറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു മൊബൈൽ. ബെല്ലടിച്ചപ്പോൾ കാറിൻ്റെ വേഗത കുറിച്ചിട്ട് ഇടത് കൈകൊണ്ട് ജയരാമൻ അതെടുത്തു നോക്കി. ദീപ്തിയാണ് വിളിക്കുന്നത്. എന്തു പറയും അവളോട്? അയാൾ ആ കോൾ എടുത്തില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിച്ചു. ഹൈവേയുടെ ഓരത്തേക്ക് കാർ നീക്കി നിർത്തിയിട്ട് അയാൾ ഫോൺ എടുത്തു. ഹലോ മോളെ, ഞാൻ കാർ ഡ്രൈവ് ചെയ്യുകയാണ്. സ്വരം കഴിയുന്നത്ര സ്വാഭാവികമാക്കിയാണ് അയാൾ സംസാരിച്ചത്. എനിക്ക് ക്ഷമിച്ചിരിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ? രാജീവ് ഏട്ടൻ്റെ ഡാഡി കണ്ടോ? അവൾ ചോദിച്ചു. കണ്ടു. സംസാരിച്ചോ? ഉവ്വ്. മാരേജ് എന്ന് നടത്തുമെന്നാണ് രാജീവേട്ടൻ പറയുന്നത്. വീട്ടുകാരുമൊക്കെ ആലോചിച്ചിട്ടല്ലേ അതൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. ഓക്കെ, അത് മതി. താങ്ക് യു ഡാഡി. അവൾ ഫോൺ വെച്ചു. അയാൾ വീണ്ടും വണ്ടി വിട്ടു. തൽക്കാലം കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ സന്ധ്യ കഴിഞ്ഞു. ജയരാമൻ എറണാകുളത്ത് എത്തിയപ്പോൾ വീട്ടിലേക്ക് പോകാതെ അയാൾ വണ്ടി നിർത്തിയിട്ട് കസ്തൂരിയെ വിളിച്ചു. എവിടെയാണ് നീ? എനിക്ക് നിന്നെ ഒന്ന് കാണണം. പോയിട്ട് എന്തായി? രാജീവിനെ കണ്ടില്ലേ? അയാളുടെ സ്വരത്തിലെ മ്ലാനത കണ്ട് അവൾ ചോദിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സാർ ഇങ്ങോട്ട് വരൂ. അമ്മ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ, അവൾ പറഞ്ഞു. ഇടപ്പള്ളിയിൽ ഒരു വാടക വീട്ടിൽ അമ്മയുമൊത്താണ് കസ്തൂരി താമസിക്കുന്നത്. ജയരാമൻ ഇടപ്പള്ളിയിലേക്ക് കാർ വിട്ടു. ഗേറ്റ് തുറന്നു വെച്ച് കസ്തൂരി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുറ്റത്ത് കാർ നിർത്തിയിട്ട് അയാൾ പടികൾ കയറി. എന്തു പറ്റി സാർ? അയാളുടെ മുഖം കണ്ട് അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. അമ്മ എവിടെ? അമ്മ പൂജാമുറിയിലാണ്. 1 മണിക്കൂറെങ്കിലും കഴിയാതെ ഇന്നിനി പുറത്തേക്ക് വരില്ല, അവൾ ധൈര്യം കൊടുത്തു. രാജീവ് ചതിച്ചു, എൻ്റെ മോളെയും എന്നെയും. ജയരാമൻ തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു. കസ്തൂരി അയാളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അയാളുടെ കൈയെടുത്ത് പിടിച്ചു. സർ, കാര്യം പറയൂ. രാജീവുമായി നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് അയാൾ ചുരുങ്ങിയ വാക്കുകളിൽ അവളോട് പറഞ്ഞു. ഞെട്ടലോടെ കസ്തൂരി ഇരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും സാർ? എനിക്കറിയില്ല. ദീപ്തി വീട്ടിൽ കാത്തിരിക്കുകയാണ്. മോളോട് എന്തു പറയുന്നത്? ജയരാമൻ്റെ ശബ്ദം ഇടറി. തൽക്കാലം ഒന്നും തെളിച്ച് പറയേണ്ട. നാളെ ഞാൻ വീട്ടിലേക്ക് വരാം. ഞാൻ സംസാരിക്കാം മോളോട്. ജയരാമൻ അവളുടെ ശരീരത്തിലേക്ക് ചാരിയിരുന്നു. അവൾ ഇരു കൈകളും എടുത്ത് അയാളെ കെട്ടിപ്പിടിച്ചു. അയാളുടെ കണ്ണുകളിൽ വീണ്ടും 2 തുള്ളി കണ്ണീർ അടർന്നു. അവളുടെ മടിയിലേക്ക് വീണു. സിത്താരയ്ക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് ഓരോന്നായി മടക്കി ശ്രേയ സൂട്ട് കേസിൽ വെച്ചു. അധികമൊന്നും വേണ്ട മമ്മി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ യൂണിഫോമാണ് ധരിക്കുന്നത്. പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും മതി നമ്മുടെ ഡ്രസ്സ്, റിച്ചാർഡ് പറഞ്ഞു. ശ്രേയ മുഖമുയർത്തി അയാളെ നോക്കി. സിത്താരയ്ക്ക് എത്ര ദിവസം കഴിഞ്ഞ് വരാൻ പറ്റും? ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ 1 മാസം. ശ്രേയയുടെ മുഖം വാടി. അതുവരെ ഞങ്ങളെങ്ങനെ അവളെ കാണാതെ? അങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട. എപ്പോൾ വേണമെങ്കിലും മമ്മിക്ക് ഡാഡിക്ക് അവിടെ ചെന്ന് സിത്താരയെ കാണാം. അതിനൊരു തടസ്സവുമില്ല. നിങ്ങളിടയ്ക്കൊക്കെ ചെല്ലുന്നത് അവൾക്ക് അതൊരു സന്തോഷമായിരിക്കും, റിച്ചാർഡ് പറഞ്ഞു. ശ്രേയ സൂട്ട് കേസ് അടച്ചു. അപ്പോഴേക്ക് സിത്താര വന്നു. റിച്ചാർഡ് വാങ്ങിക്കൊണ്ടുവന്ന ജീൻസും ടീഷർട്ടുമാണ് അവൾ ധരിച്ചിരുന്നത്. ഒരു യാത്ര പോകുന്നതിൻ്റെ ഹരത്തിലായിരുന്നു അവൾ. റിച്ചി, ഞാൻ റെഡി, അവൾ അറിയിച്ചു. മോളെ, നിനക്ക് ഞങ്ങളെ വിട്ടുപോകാൻ വിഷമമൊന്നുമില്ലേ? അവളുടെ അടുത്തേക്ക് ചെന്ന് ശ്രേയ ചോദിച്ചു. തിരിച്ചു വരാൻ വേണ്ടിയല്ലേ മമ്മി ഞാൻ പോകുന്നത്. ബട്ട് ഐ വിൽ മിസ് യു മമ്മി. അവൾ ശ്രേയയുടെ കഴുത്തിലൂടെ 2 കൈകളും ഇട്ട് കെട്ടിപ്പിടിച്ചു. റിച്ചി, ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ സമയത്ത് നമ്മൾ ചെല്ലില്ല, നിക്കോളാസ് പറഞ്ഞു. ഇനി താമസമില്ല ഡാഡി. കോഴിക്കോട് വരെ കാറിൽ പോകുന്നു. അവിടുന്ന് ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത്. അതായിരുന്നു പ്ലാൻ. സൂട്ട് കേസുകളെടുത്ത് റിച്ചാർഡ് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും കൂടി വരാം, നിക്കോളാസ് പറഞ്ഞു. വേണ്ട ഡാഡി, ഇവിടെ മമ്മി തനിച്ചാവില്ലേ? ഐ ക്യാൻ മാനേജ്. എയർപോർട്ടിൽ കാറിട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അതായിരുന്നു അവരുടെ തീരുമാനം.
ഞങ്ങൾ പോയിട്ട് വരാം മമ്മി. ശ്രേയയുടെ കവിളിൽ സിത്താര ഉമ്മ വച്ചു. പോയിട്ട് വരാൻ ഡാഡി. അവൾ നിക്കോളാസിനോടും യാത്ര പറഞ്ഞു. ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട് മോളെ കാണാൻ, അയാൾ പറഞ്ഞു. അവൾ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ റിച്ചാർഡും. ബൈ. നിക്കോളാസിൻ്റെയും ശ്രേയയുടെയും നേരെ നോക്കി അവൾ കൈവീശി. ബൈ മോളെ. ഇനി ഒരിക്കലും അവളെ കാണാൻ സാധിക്കുകയില്ലെന്ന് ശ്രേയയ്ക്ക് തോന്നി. അവരുടെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. നല്ല വേഗത്തിലാണ് റിച്ചാർഡ് വണ്ടി ഓടിച്ചത്. കാറിനുള്ളിലെ ഇളം തണുപ്പ് അനുഭവിച്ച് സിത്താര സന്തോഷത്തോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ജ്യോതിർമയിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടുമോ റിച്ചി? പെട്ടെന്ന് അവൾ തലതിരിച്ച് റിച്ചാർഡിനോട് ചോദിച്ചു. ഡെഫിനറ്റ്ലി. അയാൾക്ക് സംശയമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സ്വന്തം വീട് എവിടെയാണെന്ന് എനിക്ക് ഓർക്കാൻ കഴിയും അല്ലേ? യെസ്. എൻ്റെ സ്വന്തം ഡാഡിയുടെയും മമ്മിയുടെയും അടുത്തേക്ക് റിച്ചി എന്നെ കൊണ്ടുപോകില്ലേ? തീർച്ചയായും. ആ ചിന്തയിൽ അവളൊന്ന് മന്ദഹസിച്ചു. ട്രിവാൻഡ്രത്ത് ചെന്നാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നത്? അല്ല, ഇന്ന് അവിടെ മസ്കറ്റ് ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യും. അവിടുന്ന് നാളെ ജ്യോതിർമയിലേക്ക് പോകും. അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഫ്ലൈറ്റിന് മുമ്പ് തന്നെ അവർ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി. ഫ്ലൈറ്റ് ഒട്ടും ലേറ്റല്ലായിരുന്നു. വിമാനം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞിരുന്നു. മസ്കറ്റ് ഹോട്ടൽ. ടാക്സിയിൽ കയറി കഴിഞ്ഞ് റിച്ചാർഡ് നിർദ്ദേശം കൊടുത്തു. പുറത്തെ കാഴ്ച കണ്ട സിത്താര കൗതുകത്തോടെ ഇരുന്നു. ടാക്സി ഹോട്ടലിലെത്തി. ഐ ഹാവ് എ റിസർവേഷൻ. റിസപ്ഷനിൽ സിത്താരയുമായി ചെന്ന് റിച്ചാർഡ് പറഞ്ഞു. യുവർ നെയിം പ്ലീസ് സർ. റിച്ചാർഡ് ഫിലിക്സ്. താങ്ക് യു സർ. റിസപ്ഷനിസ്റ്റ് കൊടുത്ത ഗസ്റ്റ് കാർഡ് പൂരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഹോട്ടലിൻ്റെ ഗേറ്റ് കടന്ന് രാജീവ് മേനോൻ്റെ കാർ മെല്ലെ അകത്തേക്ക് കയറി വന്നു.